നമുക്ക് definition 5.14 ആണ്. Let T be a linear operator on a vector space V. The set of all eigenvalues of T is called the eigenspectrum of T and is denoted by eigenspectrum of T. അതായത് ടി എന്ന് പറയുന്നത് ഒരു ലീനിയർ ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ഐഗൻ വാല്യൂസിൻ്റെ കൂടെ കളക്ഷനെ നമ്മൾ ഐഗൻ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. അതെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതെന്ന് കണ്ടല്ലോ. The subspace n of T minus lambda I of capital V is called the eigenspace of T with respect to the eigenvalue lambda and is denoted by E of lambda. n of T minus lambda എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഐഗൻ വെക്റ്റേഴ്സിൻ്റെ കളക്ഷൻ ആണ് n of T minus lambda I എന്ന് പറയുന്നത്. ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ഐഗൻ വെക്റ്റേഴ്സിൻ്റെയും കൂടെ കളക്ഷൻ. നൾ സ്പേസ് ഓഫ് ടി മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ? ടി മൈനസ് ലാംഡ ഐ ഓഫ് വി ഈക്വൽ ടു 0 ആകുന്ന വികളുടെ കളക്ഷൻ അല്ലേ? അപ്പം അതിനകത്തിൽ എന്തൊക്കെ വരും? ഈ ഐഗൻ വെക്റ്റേഴ്സ് മുഴുവനും വരുന്നുണ്ട്. അപ്പോൾ എന്നോ ടി മൈനസ് ലാംഡ ഐനെ നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന എല്ലാ വിയും ഐഗൻ വെക്റ്ററാണ്, കറസ്പോണ്ടിങ് ടു ലാംഡയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇ ഓഫ് ലാംഡ എന്ന് വിളിക്കുക, ഐഗൻ സ്പേസ്. ഇനി ലാംഡ ബിലോങ്സ് ടു ഐഗൻ സ്പെക്ട്രം ആണെങ്കിൽ ഗാമ ഓഫ് ലാംഡ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് ഇ ഓഫ് ലാംഡ. അതായത് നമ്മുടെ ഐഗൻ സ്പേസിൻ്റെ ഡയമെൻഷനെയാണ് നമ്മൾ ഗാമ ഓഫ് ലാംഡ എന്ന് വിളിക്കുന്നത്. അത് ജിയോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയും. നേരത്തെ നമ്മൾ ഓൾജിബ്രൈ മൾട്ടിപ്ലിസിറ്റി പഠിച്ച് ഓർത്തോണേ, രണ്ടുകൂടെ തിരിഞ്ഞു പോകല്ലേ. ഒരു എക്സാമ്പിൾ നോക്കാം. ടി എന്ന് പറയുന്ന F2 നിന്ന് F2ലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നതുണ്ടോ? ടി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു ദെൻ ലാംഡ ഈക്വൽ 1 ഈസ് ഓൺലി ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ടി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു നമുക്ക് ലാംഡ ഓഫ് എ ബി എന്നാണല്ലോ, അത് ഐഗൻ വാല്യൂ ആണെങ്കിൽ അങ്ങനെയാണ് കിട്ടേണ്ടത്. ഇനി ടി എ ബി ബൈ ഡെഫിനിഷൻ എന്താ? എ പ്ലസ് ബി കോമ ബി ഈക്വൽ ടു എ ബി. ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ 1 എന്ന് കിട്ടും. ഓക്കെ, ഒരു ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ലാംഡ 1 എന്ന് കിട്ടും. മറ്റേ ഇക്വേഷൻ എ പ്ലസ് ബി ഈക്വൽ ടു ലാംഡ എ ആണെങ്കിൽ 1 മൈനസ് ലാംഡ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് 1 മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ എന്ന് കിട്ടും. അതിൽ നിന്ന് ലാംഡ എന്ത് കിട്ടും? 1 പ്ലസ് ബി ബൈ എ, അതായത് എ പ്ലസ് ബി ബൈ എ എന്ന് കിട്ടും. ഓക്കെ, ഇനി എ പ്ലസ് ബി കോമ ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി കോമ ബി നോട്ട് ഈക്വൽ ടു, കാരണം നമ്മൾ ഈ ഇക്വേഷൻ ശരിയാവുന്നുണ്ട്, ലാംഡയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് മേളിൽ എന്താ കിട്ടി? എ പ്ലസ് ബി കോമ ബി ഈക്വൽ ടു ലാംഡ ഇൻറ്റു എ പ്ലസ് എ ബി എന്നല്ലേ എഴുതിയിരിക്കുന്നത്. എ പ്ലസ് ബി കോമ പി എന്ന് പറയുന്നത് എ പ്ലസ് ബി ഡിവൈഡ് ബൈ ഇൻറ്റു എ ബിയോട് ഈക്വൽ അല്ല. അപ്പോൾ മേളത്തെ ഇക്വേഷൻ തെറ്റാന്ന് കിട്ടും ഇവിടുന്ന്. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനിലേക്ക് പോകുന്നു. അതുകൊണ്ട് രണ്ട് ഇക്വേഷൻ ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അത് ഒരിടത്തുനിന്ന് ലാംഡ 1 എന്ന് കിട്ടി, മറ്റിടത്തുനിന്ന് ലാംഡ എ പ്ലസ് ബി ബൈ എ എന്ന് കിട്ടി. പക്ഷേ അതിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മേളത്തെ ഇക്വേഷൻ ശരിയാവുന്നില്ല. അതുകൊണ്ട് ലാംഡ ഈക്വൽ ടു 1 മാത്രമാണ് ഇവിടുത്തെ ഐഗൻ വാല്യൂ. അപ്പോൾ ഐഗൻ സ്പെക്ട്രത്തിൽ 1 മാത്രമേ ഉള്ളൂ. ഇനി ഇത് നമുക്കിനി ഐഗൻ സ്പേസ് കണ്ടുപിടിച്ച് നോക്കാം. ഇ ഓഫ് 1, ഐഗൻ സ്പേസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എൻ ഓഫ് ടി മൈനസ് ലാംഡ 1 അല്ലേ, എൻ ഓഫ് ടി മൈനസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാൻ ഓഫ് 10 ആണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അത് ടെക്സ്റ്റിലുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കും എങ്ങനെയാണെന്നുള്ളത്. ഫോർ ടി മൈനസ് ഐ ഓഫ് x1 x2 ഈസ് ഈക്വൽ ടു, ഇപ്പം ടി മൈനസ് ലാംഡ ഐ ഓഫ് വി ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ F2 ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ x1 x2 എന്ന് എടുക്കുന്നു. ഒരു വെക്ടറിൻ്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ ആയിട്ടായിരിക്കും. അപ്പോൾ ടി മൈനസ് ലാംഡ ഐ ഓഫ് വി ഈക്വൽ ടു 0യ്ക്ക് ഇവിടെ ടി മൈനസ് ഐ ഓഫ് x1 x2 ഈക്വൽ ടു 0 0. അപ്പോൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടി ഓഫ് x1 x2 ഈക്വൽ ടു ഐ ഓഫ് x1 x2, ഐ അതിപ്പുറത്ത് കൊണ്ടുവരുന്നതാണ്. ഇനി ടി അപ്ലൈ ചെയ്യുമ്പം കിട്ടുന്നു, പിന്നെ നമുക്ക് കിട്ടുന്നത് x2 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ x2 0 ആണ്. എന്നോ ടി മൈനസ് ഐ ഈസ് ഈക്വൽ ടു x1 0 എന്ന് കിട്ടും. x1 ബിലോങ്സ് ടു F. ദെയർഫോർ ഇ ഓഫ് ലാംഡ ഈസ് ഈക്വൽ ടു ഇ ഓഫ് 1 ഈസ് ഈക്വൽ ടു എന്താണ്? x1 0യ്ക്കകത്ത് നിങ്ങൾ x1 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ x1 ഇൻറ്റു 1 0 എന്ന് കിട്ടത്തില്ല. ഏതൊരു x1 എഫിൽ നിന്ന് എടുത്താലും നിങ്ങൾക്ക് x1 ഇൻറ്റു 1 0 എന്ന് പറയുന്നത് നൾ സ്പേസ് ടി മൈനസ് ഐയിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ആ കോൺസ്റ്റൻ്റ് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? സ്പാൻ ഓഫ് 10 എന്ന് പറയാം. കാരണം 10യുടെ സ്പാനിലുള്ള എല്ലാവരും മേലത്തെ എന്നോ ടി മൈനസ് ഐയിൽ വരുന്നവരാണ്. 10യുടെ സ്പാനിൽ വരുന്നവരെല്ലാം എന്താ? 10യുടെ മൾട്ടിപ്പിളാണ്. ഈ ഫീൽഡിൽ നിന്ന് ഒരു എലമെൻ്റ് എടുത്ത് മൾട്ടിപ്പിൾ ആക്കുന്നതാണ്. അതുകൊണ്ട് ഗാമ ഓഫ് ലാംഡ എന്ന് പറയുന്നത് ഇ ഓഫ് ലാംഡയുടെ ഡയമെൻഷൻ അല്ലേ, അത് 1 ആണ് ഇവിടെ. ബാക്കിയുള്ള എക്സാമ്പിൾസ് നിങ്ങൾ തനിയെ നോക്കിയാൽ മതിയേ, ടൈം ഉണ്ടെങ്കിൽ. അടുത്ത തിയറം 5.16. ലെറ്റ് ലാംഡ 1, x ലാംഡ k for k greater than or equal to 2 be distinct eigen values of a linear operator T on a vector space V. Then the following are true. E of lambda j intersection summation I is equal to 1 to n E of lambda I
equal to set 0 for each j belongs to 1, etc. k. For each I belongs to 1, etc. k. Let BA be a linearly independent subset of E of lambda. Then union I is equal to 1 to k, BA is linearly independent. Further, if I, j belongs to 1, etc. k and I not equal to j, then BA intersection BJ equal to 5. ഓക്കെ, എന്താണ് നമുക്ക് ലാംഡ 1, etc. ലാംഡ കെ ഡിസ്ട്രിക്റ്റ് ഐഗൻ വാല്യൂസ് ഓഫ് എ ലീനിയർ ഓപ്പറേറ്റർ ആണ്. ദെൻ താഴെ പറയുന്ന കാര്യങ്ങൾ ട്രൂ ആണെന്നാണ് പറയുന്നത്. ഇ ഓഫ് ലാംഡ ജെ ഇൻ്റർസെക്ഷൻ സമ്മേഷൻ ഇ ഓഫ് ലാംഡ ഈക്വൽ ടു സെറ്റ് 0. അത് ഈക്വൽ ടു സെറ്റ് 0 എന്ന് കാണിക്കണം. നമ്മൾ വിചാരിക്കുക സെറ്റ് 0 അല്ല എന്നെടുക്കുമ്പോൾ ഒരു കോൺട്രഡിക്ഷനിലെത്തും. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആണ് ഫോർ സം ജെ. ഇനി ലെറ്റ്, അപ്പോൾ ഇതിനകത്തിൽ ഈ ഐഗൻ സ്പേസിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ വെക്ടറുകളാണല്ലോ, ഐഗൻ വെക്ടേഴ്സ് ആണല്ലോ വരുന്നത്. അപ്പോൾ അതിനകത്തൊരു നോൺ സീറോ വെക്ടർ ഉണ്ടെന്ന് എടുക്കുക. അപ്പോൾ സീറോ അല്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു നോൺ സീറോ വെക്ടർ ഉണ്ടാവുമല്ലോ, ഒരു വി ജെ നമ്മൾ എടുക്കുന്നു. അപ്പോൾ വി ജെ ഇ ഓഫ് ലാംഡ ജെയിലും ഉണ്ട്, മറ്റേ സമേഷൻ ഐ നോട്ട് ഈക്വൽ ടു ജെ ഇ ഓഫ് ലാംഡ ഐയിലും ഉണ്ട്. ഓക്കെ, ദെൻ വി ജെ ഈസ് ഈക്വൽ ടു, വി ജെ എന്ന് പറയുന്നത് രണ്ടിടത്തും വരുമല്ലോ. അപ്പോൾ വി ജെ ഇവിടെയുണ്ട്, അപ്പുറത്തുണ്ട്. അപ്പുറത്ത് വരുന്നവൻ്റെ ഫോം എന്താ, ആ ഫോമിൽ നമുക്ക് ആ വി ജെ എഴുതാൻ പറ്റും. ദെൻ വി ജെ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to k ഐ നോട്ട് ഈക്വൽ ടു ജെയിൽ വരുന്നവരുടെ ഫോം വി 1 പ്ലസ് എക്സെട്ര പ്ലസ് വി ജെ മൈനസ് 1 പ്ലസ് വി ജെ പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് വി കെ. ഫോർ സം വെക്ടേഴ്സ് വി 1 ബിലോങ്സ് ടു ഇ ഓഫ് ലാംഡ 1, എക്സെട്ര വി ജെ മൈനസ് 1 ബിലോങ്സ് ടു ഇ ഓഫ് ലാംഡ ജെ മൈനസ് 1, വി ജെ പ്ലസ് 1 ബിലോങ്സ് ടു ഇ ഓഫ് ലാംഡ ജെ പ്ലസ് 1, എക്സെട്ര വി കെ ബിലോങ്സ് ടു ഇ ഓഫ് ലാംഡ കെ. ഓക്കെ, ഇനി സിൻസ് വി ജെ നോട്ട് ഈക്വൽ ടു 0, വി ജെ എന്ന് പറയുന്നത് 0 അല്ല, നോൺ സീറോ വെക്ടറായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി വെക്ടേഴ്സ് ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് നോൺ സീറോ. അപ്പോൾ വി ജെനെ ഇപ്പോൾ നമ്മളൊരു സം ഓഫ് വെക്ടേഴ്സായിട്ട് എടുത്തിരിക്കുന്നത്. വി ജെ നോൺ സീറോ ആണ്, അതുകൊണ്ട് റൈറ്റ് സൈഡിലുള്ള എല്ലാവരും ഇവിടെ സീറോ ആവാൻ പറ്റത്തില്ല. അപ്പോൾ വി ജെ സീറോ ആയി പോവില്ലേ. അപ്പോൾ അതിനകത്ത് കുറച്ചുണ്ടെങ്കിൽ സീറോ വരണം, നോൺ സീറോ വരണം. അപ്പോൾ നോൺ സീറോ ആയിട്ട് വരുന്ന ആൾക്കാരെ മാത്രം നിലനിർത്തി നമ്മൾ റീറൈറ്റ് ചെയ്യുകയാണ്. വി ജെ ഇസിക്കൽ വി എം 1 പ്ലസ് വി എം 2 പ്ലസ് എക്സെട്ര പ്ലസ് വി എം എൻ ഫോർ നോൺ സീറോ വെക്ടേഴ്സ് വി എം 1, എക്സെട്ര വി എം എൻ വിത്ത് എം എൻ, എക്സെട്ര എം എൻ ബിലോങ്സ് ടു 1, എക്സെട്ര കെ മൈനസ് ജെ. ദിസ് കോൺട്രഡിക്ട്സ് തിയറം. ഇപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്, വി ജെ എന്ന് പറയുന്ന, ഇപ്പം ഇതിനെ നിങ്ങൾ വി ജെയും കൂടെ ഒരു സൈഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റെല്ലാം ഇതെല്ലാം ഒരു സൈഡിൽ എഴുതി കഴിഞ്ഞാൽ കുറേ ഐഗൻ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അല്ല വി ജെനെ അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു സൈഡിൽ 0യും ബാക്കി അപ്പുറത്ത് വരുന്നതെല്ലാം കുറേ മൈനസ് വി ജെ പ്ലസ് വി എം 1 പ്ലസ് എക്സെട്ര പ്ലസ് അങ്ങനെ കിട്ടത്തില്ല. അതായത് കുറേ ഐഗൻ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ 0യാണ്, അതിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ 1ഉം -1ഉം നോൺ സീറോ ആയിട്ട് കിട്ടുന്നു. അതായത് അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് കിട്ടും. പക്ഷേ ഡിഫറൻ്റ് ആയിട്ടുള്ള ഐഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു കോൺട്രഡിക്ഷനായി. ഓക്കെ, ടു ഷോ. ഇനി അതാണ് അതിൻ്റെ പ്രൂഫ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർ ഈച്ച് ഐക്ക് ബി ഐ എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് ഇ ഓഫ് ലാംഡ ഐ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് യൂണിയൻ ബി ഐ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ ബി ഐ ഇൻ്റർസെക്ഷൻ ബി ജെ 5 ആയിരിക്കും. ടു ഷോ ദാറ്റ് യൂണിയൻ ഐ സിക്കൽ 1 to k ബി ഐ ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വി ടേക്ക് എനി ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഫ്രം യൂണിയൻ ബി ഐ ആൻഡ് ഇക്വേറ്റ് ഇറ്റ് ടു 0. അപ്പം നമുക്ക് യൂണിയൻ ബി ഐസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറച്ച് അതായത് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്നു, എന്നിട്ട് അത് 0നോട് ഇക്വേറ്റ് ചെയ്യുന്നു. സമ്മേഷൻ ഐ സിക്കൽ 1 to k ആൽഫ ഐ 1 വി ഐ ആൽഫ 1i വി 1i പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ 1 എം ഐ വി ഐ ആൽഫ ഐ എം ഐ. അതായത് കുറേ ഓരോന്നിനകത്തുനിന്നും ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഒരു ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഐക്ക് 1 കൊടുക്കുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഏതിനകത്തില്ല, B1-ലായിരിക്കും. പ്ലസ് അടുത്തത് ഐക്ക് 2 കൊടുക്കുമ്പോൾ കിട്ടുന്ന അടുത്ത ഒരു സം എന്ന് പറഞ്ഞാൽ B2-ലായിരിക്കും. ഇപ്പോൾ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ആൾക്കാരുടെ മൊത്തവും ലീനിയർ കോമ്പിനേഷൻ. അപ്പോൾ നമ്മളൊരു നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് വെക്ടേഴ്സ് എടുത്തു, ലീനിയർ കോമ്പിനേഷൻ എഴുതി ഈക്വേറ്റഡ് ടു 0 കൊടുത്തു. VI1, എക്സെട്ര VIM1 ബിലോങ്സ് ടു BI ആണ്. ആൽഫ I1, എക്സെട്ര ആൽഫ IM ബിലോങ്സ് ടു F1 ആണ്. ഇനി ഈ സ്കെയിലറുകൾ ഓരോന്നും ആൽഫ I1 ഈ പറഞ്ഞ ഈ സം എന്ന് പറയുന്നത് ബിലോങ്സ് ടു ഇ ഓഫ് ലാംഡ ഐ ആണ്. കാരണം ലാംഡ ഐ എന്ന് പറയുന്ന നമ്മളിത് എവിടെ നിന്നാണ് എടുത്തത്, BI എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനകത്ത് നിന്നാണ് എടുത്തിരിക്കുന്നത്. BI എന്ന് പറയുന്ന ഇ ഓഫ് ലാംഡ ഐക്കകത്തിലെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. അപ്പോൾ അവിടുത്തെ ഒരു ലീനിയർ കോമ്പിനേഷനാണ് അതെന്ന് പറയുന്നത്.
ഫ്രം 1 we get alpha I1 v I1 plus etc plus alpha I mi v I mi equal to 0 for each I. ഇക്വേഷൻ 1-നകത്ത് നമ്മൾ പറഞ്ഞ എന്താണ്, ഒന്നാമത്തേനകത്ത് ഇ ഓഫ് ലാംഡ ജെ ഇൻ്റർസെക്ഷൻ സമ്മേഷൻ സെറ്റ് 0 ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമ്മേഷൻ ഐസിക്കൽ 1 to k ഇ ഓഫ് ലാംഡ ഐ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സംഭവം, ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഈ ആൽഫ I1 വി I1 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ I mi വി I mi അതൊരു സമ്മ് പ്ലസ് ഇത് ഈ ഒരു സമ്മിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. ഐയുടെ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന അത് ഈ പറഞ്ഞ സാധനം ഇ ഓഫ് ലാംഡയിലുണ്ട്. ബാക്കി സമ്മി വരുന്നവരെല്ലാം ഏതിനകത്തിലുള്ളതാണ്, ബാക്കി എന്താ പറയുക ഇ ഓഫ് ഇത് ഐക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷൻ ഈ ലാംഡ 1-ലുണ്ടെന്ന് വിചാരിക്കും. ബാക്കി വരുന്നതെല്ലാം ഇ ഓഫ് ലാംഡ 2 പ്ലസ് ഇ ഓഫ് ലാംഡ 3 അതിനകത്തിലെല്ലാം ഉള്ളതാണ്. അതായത് ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഓഫ് ലാംഡ ഐ ഇൻ്റർസെക്ഷൻ സമ്മേഷനകത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻ പോലെ ഇരിക്കും. കാരണം ഈ ഒരു സമ്മ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി അതിനെ അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, എന്താ പറയുക, ഇതിനകത്ത് ആത്തൊരു ഐക്കൊരു 1 കൊടുത്തു, ബാക്കിയെല്ലാം നമ്മൾ ഫുൾ എഴുതി വെച്ചു. എന്നിട്ട് ഈ ഐക്കൊരു 1-ൻ്റെ മാത്രം ലെഫ്റ്റ് സൈഡിൽ ഇട്ടിട്ട് ബാക്കിയെല്ലാം അതിനെ അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇ ഓഫ് ലാംഡ 2 എലമെൻറ്റ് പ്ലസ് ഇ ഓഫ് ലാംഡ 3 എലമെൻറ്റ് പ്ലസ് എക്സെട്ര പ്ലസ് ഇ ഓഫ് ലാംഡ മൊത്തത്തിലുള്ള ആ ഒരു എക്സ്പ്രഷനാണ് വരുന്നത്. അതായത് ഇ ഓഫ് ലാംഡ 1 ഇൻ്റർസെക്ഷൻ സമ്മേഷനകത്തിൽ വരുന്ന ഒരു എക്സ്പ്രഷനാവും ആ ഒരെണ്ണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് 0 ആണെന്ന് നമ്മുടെ ഒന്നാമത് പ്രൂവ് ചെയ്തത്. അപ്പം ഓരോന്ന് 0 ആണ്. അത് ലീനിയർലി ഓരോ ബി ഐയും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് ആ കോൺസ്റ്റൻറ്റുകളെല്ലാം എന്താണെന്ന് പറയാം, 0 ആണെന്ന് പറയാം. അതുകൊണ്ട് ഇങ്ങനെ എല്ലാത്തിനെയും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാ കോൺസ്റ്റൻറ്റ് 0 ആണ്. അപ്പോൾ യൂണിയൻ ബി ഐ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി അത് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 5 ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വി ബിലോങ്സ് ബി ഐ ഇൻ്റർസെക്ഷൻ ബി ജെ എടുക്കുന്നു. ദെൻ ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. കാരണം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനകത്ത് ഒരിക്കലും 0 വെക്ടർ വരത്തില്ല. ഇനി വി ബിലോങ്സ് ബി ഐ ഇൻ്റർസെക്ഷൻ ബി ജെ എന്ന് പറഞ്ഞാൽ ലാംഡ ഐ വി ഈസ് ഈക്വൽ ടു ടി വി ഈസ് ഈക്വൽ ടു ലാംഡ ജെ വി എന്നെഴുതാമല്ലോ. കാരണം ബി ജെയിൽ വരിക എന്ന് പറഞ്ഞാൽ ഇ ഓഫ് ലാംഡ ജെയിലുണ്ട്, ബി ഐ വന്നാൽ ഇ ഓഫ് ലാംഡ ഐയിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ eigen വെക്ടർ ഓഫ് ലാംഡ ഐ ആണ്, അതേപോലെ eigen വെക്ടർ ഓഫ് ലാംഡ ജെയുമാണ്. അപ്പോൾ ടി വി ഈസ് ഈക്വൽ ടു ലാംഡ ഐ വിയുമാണ്, ലാംഡ ജെ വിയുമാണ്. ഹെൻസ് ലാംഡ ഐ മൈനസ് ലാംഡ ജെ ഓഫ് ഇ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇംപ്ലൈസ് ലാംഡ ഐ മൈനസ് ലാംഡ ജെ ഓഫ് ഇ. വി നോട്ട് 0 ആയതുകൊണ്ട് നമുക്ക് ലാംഡ ഐ മൈനസ് ലാംഡ ജെ 0 കിട്ടും. അപ്പോൾ 2 eigen വാല്യൂ സെയിം ആണെന്ന് കിട്ടും. പക്ഷെ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ളതല്ലേ എടുത്തത്, അത് കോൺട്രഡിക്ഷനാണ്. അതുകൊണ്ട് ബി ഐ ഇൻ്റർസെക്ഷൻ ബി ജെ എന്ന് പറയുന്നത് 5 വരും. If lambda is an eigenvalue of t with the corresponding eigenvector v, then t square v is equal to എന്ത് കിട്ടും, ലാംഡ എന്ന് പറയുന്നത് ടിയുടെ ഐഗൻ വാല്യൂ ആണെന്ന് വിചാരിക്കുക. ദെൻ ടി സ്ക്വയർ വി ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം നമുക്ക്, ലാംഡ ഇൻറ്റു ടി വി ഇസ് ഈക്വൽ ടു ലാംഡ എഫ് ലാംഡ വി ഇസ് ഈക്വൽ ടു, അത് ഇതിനെ ടി സ്ക്വയർ വിനെ ടി ഓഫ് ടി വി എന്നാണ് എഴുതുന്നത്. ടി ഓഫ് ടി വി എന്ന് എഴുതുമ്പോൾ ടി വി ആണ് ലാംഡ വി ആവുന്നത്. പിന്നെ ആ ലാംഡ പുറത്തെടുത്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു ടി വി വരും. അങ്ങനെ അത് ലാംഡ സ്ക്വയർ വി വരുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ ഐഗൻ വാല്യൂ ടി സ്ക്വയർ ആണെന്ന് കിട്ടും. നമ്മളിപ്പോൾ പഠിച്ച തിയറം 5.16.